നല്ലൊരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് ഞാൻ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഇങ്ങനെ തുടർമാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യം വെക്കണമെങ്കിൽ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ സഭ വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണം. വ്യക്തികൾക്കകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയണം. ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് പോന്നപ്പോൾ ഈ പാസ്റ്റർമാരോട് ഞാൻ പറയുമായിരുന്നു, ഗിദെയോൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ ഗോതമ്പ് ഞാൻ കൊടുക്കുകയില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങളൊന്നും അദ്ദേഹം വിശദീകരിക്കുകയില്ല. എൻ്റെ ഗോതമ്പ് ഞാൻ കൊടുക്കുകയില്ല. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, എൻ്റെ ഗോതമ്പ് ഞാൻ കൊടുക്കുകയില്ല. കറ്റയും കൊണ്ട് ചിലപ്പോൾ കളത്തിൽ പോയെന്ന് വരികയല്ല, കറ്റയും കൊണ്ട് ചിലപ്പോൾ മുന്തിരിച്ചക്കിൻ്റെ അങ്ങോട്ടായിരിക്കും പോകുന്നത്, പക്ഷെ എൻ്റെ ഗോതമ്പ് ഞാൻ കൊടുക്കുകയില്ല, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ദൂതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറി നിൽക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് വന്നേച്ച് പറയുക, എനിക്ക് കൊച്ചെ എൻ്റെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആംപ്ലിഫയറിന്റെ ചോട്ടിരിക്കുന്നവനോടാണ്. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോ ഇത് പരിശുദ്ധാത്മാവിന്റെ പുസ്തകമാണ്. 2-ാം അധ്യായത്തിൽ സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ഒരു സംഘമാണ്, 2-ാം അധ്യായത്തിൽ ഒരു സഭയാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. സംഘം എന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിയിരിക്കാനാണ് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ സംഘമാണ്. നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ടെങ്കിലും നിങ്ങൾ സംഘമാണ്. ആത്മാവുണ്ടോ അത് സഭയാണ്. സഭയെ അളക്കുന്നത് സ്തോത്ര കാഴ്ച വെച്ചിട്ടല്ല, സഭയുടെ മുറ്റത്ത് കിടക്കുന്ന ലക്ഷറി കാറുകളുടെ എണ്ണം എടുത്തിട്ടല്ല, ഓരോരുത്തർ ഇട്ടോണ്ട് വരുന്ന ഷർട്ടിന്റെ വില അറിഞ്ഞിട്ടല്ല, എത്ര പേരുടെ അകത്ത് ആത്മാവുണ്ട്. ഈ TPM എന്ന് പറഞ്ഞ ദ പെന്തക്കോസ്റ്റ് മിഷൻ, നിങ്ങൾ ഈ TPM-കാരുടെ ഒക്കെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, നല്ല രസമാണ്. ഇതുപോലെ സിജോയിനൊന്നും അവിടെ കയറ്റുകയല്ല. നിന്നെ കയറ്റുവോ? ഇവിടെ അടിക്കുന്നവൻ നമ്മുടെ തുളസിജാനവൻ, ഇവൻ കോലുമായിട്ട് ഇവനെ അവിടെ കയറ്റുകയല്ല. മറ്റേ കുഴലിനകത്തോട് ഊതുന്നവൻ നിന്നെയും കയറ്റുകയല്ല. അവരുടെ മദർമാരുടെ തമ്പാറുണ്ട്. നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരുന്ന ഈ ഇരുമ്പോലൊക്കെ വിഴുങ്ങി പോലെ ഇരിക്കാതെ യോഗത്തിന് വന്നേച്ച് ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നേ. ഓരോരുത്തരുടെ ബലപിടുത്തം കണ്ടാൽ തോന്നും അവരിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്നതെന്ന്. ചുമ്മാ അവർ ഈ മദർമാരിങ്ങനെ ഡ്രമ്മും സൈഡ് ഡ്രമ്മും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല പാടി ആരാധിക്കും. നിങ്ങൾ അവരുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പാട്ട് പോലും ഒന്നുമല്ല. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, മേടിച്ചത് ഞാൻ ഒട്ടും കൊടുക്കുകയില്ല, ഇങ്ങനെയുള്ള ആ പാട്ടൊക്കെ നല്ല പാട്ട്. RSVങ്ങൾ നല്ല ഉദ്ദേശത്തോടെ എഴുതിയ പാട്ടാണ് കേട്ടോ. നമ്മൾ പാടി നശിപ്പിച്ചതാ, അതല്ല, പാടി നശിപ്പിച്ചതാ. പക്ഷേ അവരുടെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ പാട്ടെല്ലാം മണവാളിനെ കുറിച്ചായിരിക്കും. ഓ എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലൻ മണവാളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയോ? ദൈവമേ, എൻ്റെ മേളിലിരിക്കുന്ന മാനേജരെ കൊന്നിട്ട് നാളെ ആ ക്യാബിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞല്ല ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പ നീ എന്ന് വരുമെന്ന് ചോദിക്കാൻ. അവരുടെ എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്നൻ മനതാരിൽ കുടികൊണ്ട സുന്ദര രൂപനെ പ്രിയനെ, ഇതൊക്കെ പാടി അവർ ആരാധിക്കുന്ന കേട്ടാണ്ടല്ലോ നമ്മുടെ ആക ഇങ്ങനെ തുള്ളിപ്പോകും. അപ്പൊ ഈ സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ മത്തായി സുവിശേഷം 25-ാം അധ്യായം പറയുന്നു, എണ്ണയില്ലാത്ത ഒരുത്തനും പോകുകയില്ലെന്ന്. ഞാൻ ആ ഭാഗം മുഴുവൻ കുത്തിക്കിഴിഞ്ഞു വായിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ 5 പേരിൽ ഏതെങ്കിലും ഒരു സഹോദരി വ്യഭിചാരം ചെയ്തോ എന്നറിയാൻ ഇല്ല, മോഷ്ടിച്ചോ എന്നറിയാൻ ഇല്ല, നിങ്ങൾ എന്നോട് കൂടെ വാ, കള്ളസാക്ഷ്യം പറഞ്ഞോന്നറിയാൻ ഇല്ല.
അന്യന്റെ മുതലെടുത്തോ. ഇവര് നമ്മുടെ, ഞാൻ ഈ പറഞ്ഞ വാക്ക് ക്ഷമിച്ചേക്കണം, പെന്തിക്കോസുകാരുടെ ലിസ്റ്റിലെ ഒരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല. പക്ഷെ അവര് പോയില്ല. കാര്യം എന്താണെന്നറിയോ? എണ്ണയില്ല. ഞാൻ സഭയോട് പറയുന്നു, എണ്ണയില്ലാത്തവൻ മണിയറക്കകത്ത് കയറുകയില്ല. ആത്മാവില്ലാത്തവൻ കയറുകയില്ല, ഉറപ്പായിട്ടും കയറുകയില്ല. ഞാന് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ താഴോട്ട് ഇറങ്ങിയ കേസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി ഇവിടെ എങ്ങനെ കേസ് കൊടുത്തിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ഈ ക്യാമറക്കാർ എന്നോടൊന്നും തോന്നരുത്, നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ എനിക്ക് പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് വന്നേ. ആത്മാവില്ലാത്തവൻ എന്ത് ചെയ്യത്തില്ല? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മക്കളെല്ലാവരും കേട്ടോണ്ട്, ഇവിടെ എവിടെയാ മക്കളെന്നൊന്നും ഒരു അറിവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യോഗത്തിനിരുന്ന് ഫ്രണ്ടിരുന്ന ഒരു സഹോദരനെ കൊച്ചെന്നൊന്ന് വിളിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ 2 കൊച്ചുങ്ങളെയും കൊണ്ട് വന്നിച്ച് പറഞ്ഞു, ഇതാ കൊച്ചു ഞാനല്ലെന്ന് പറഞ്ഞു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ മോനെ എനിക്ക് ബോക്സ് ഒന്ന് മേടിച്ചുതരാം. ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ പെട്ടിയും കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, പണ്ട് അതൊക്കെയായിരുന്നു. ഇൻഡാലിയത്തിൻ്റെ സ്കൂളിൽ പോകാത്തവരാലോചിക്കരുത്, കിട്ടുകയില്ല. ഈ പെട്ടി കൊണ്ട് ഇങ്ങനെ സ്കൂളിലോട്ട് പോയ വഴിക്ക്, അപ്പോൾ എൻ്റെ അപ്പ വളരെ ദാരിദ്ര്യത്തിൽ വിശ്വാസത്തിൽ വന്നതാണ്. അപ്പോൾ അന്ന് പ്രാർത്ഥന എന്നൊക്കെ കേട്ടാൽ ഓക്സിജനേക്കാൾ പവറാ പ്രാർത്ഥനയ്ക്ക്. ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുമരകത്തെ 3-4 അമ്മച്ചിമാരിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവാ. ഈ ഗ്രാമപ്രദേശമല്ലേ, അവിടെയുള്ള അമ്മച്ചിമാരുടെ പ്രത്യേകത, അവർ ചർച്ചിൽ ചെല്ലുമ്പോഴേ സാരി ഉടുത്ത് തീരത്തുള്ളൂ. കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഒരു പരുവത്തിന് ചുറ്റിക്കൊണ്ടായി പോരുന്നത്. അത് പോകുന്ന വഴിയാണ് ഇങ്ങനെ റെഡിയാക്കി ചർച്ചിൽ ചെല്ലുമ്പോൾ മുടിയൊന്ന് അഴിച്ച് വീശി ഒരു കെട്ടും കൂടെ കെട്ടിയച്ചാ ചർച്ചിനകത്തോട്ട് കയറുന്നത്. നമ്മുടെ അമ്മച്ചിമാർ അങ്ങനെയല്ല, ഫിക്സ് ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഇങ്ങനെ കണ്ടിട്ടില്ലേ? ആ വന്നിങ്ങനെ ഇറങ്ങി അതുപോലെ തന്നെ തിരിച്ചു. ഇതിനിടയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒത്തിരി കടന്ന് നമ്മൾ കാറി കഴിയുമ്പോൾ മാരുതി 800ന്റെ വൈപ്പർ അടിക്കുന്ന പോലെ 2 അല്ലേലി അത് ഇങ്ങനെ. അയ്യോ, സത്യത്തിലുണ്ടല്ല, വടിവെട്ടി അടിക്കാൻ ബൈബിളിൽ എവിടെയെങ്കിലും വാക്കുണ്ടോ? ഞാൻ ഒത്തിരി എണ്ണത്തിനെ തല്ലിയതേ, സത്യമായിട്ട്. എന്നറിയോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരോട് പറയായിരുന്നു, ഈ അടുക്കളയിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് കറണ്ട് അടിച്ചിട്ടുള്ളവരുണ്ട്. അടുക്കളയിലെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് കൈയിട്ടു ഒരടി, ഒരു പിടയ്ക്കൽ പിടച്ചു, പിന്നെ നമ്മൾ റിക്കവർ ചെയ്തു, ഒന്ന് കൈയൊക്കെ കുടഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓടിച്ചെന്ന് എന്നെ കറണ്ട് അടിച്ചു. അപ്പോൾ കറണ്ടിനെ കുറിച്ചുള്ള അവരുടെ വെളിപ്പാട് ഇത്രയേ ഉള്ളൂ. എന്നാൽ 11 കവി എന്ന് അടിച്ചവനോട് ചോദിക്കണം വിവരം. ഒന്ന് പിടച്ചേച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് എൻ്റെ ഒരു അപേക്ഷ, നീ നല്ല ലൈനെ കയറി ഒന്ന് തൊട്. എന്നോട് ദൈവം പറയുന്നു, മിഡിൽ ഈസ്റ്റിനെ മൂടുന്ന ഒരഭിഷേകം ഈ സഭയ്ക്കകത്ത് എന്റെ ദൈവം ഇറക്കാൻ പോകയാ. കൈയുള്ളവരാ കൈയൊന്ന് അടിച്ച്, അന്യഭാഷയുള്ളവർക്ക് ശക്തിയോടെ ഞാൻ ഈ പോകുന്ന കൂട്ടത്തില് ഒരമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, ഇന്ന് പ്രയർ ഉണ്ടോന്ന്. പ്രയർ എന്നൊന്നും ഇല്ല, പ്രാർത്ഥന. കുമരകത്തല്ലേ സ്ഥലം, പ്രാർത്ഥന. എന്നാലും അമ്മച്ചി എന്നോട് ചോദിച്ചു, നീ അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല. നീ ഏതാ? ഞാൻ പറഞ്ഞു, ഇന്നടുത്ത് ഇന്നാളുടെ മോനാ. ഓ, അടുത്ത വാക്ക് കേട്ടോണേ. എടാ, അഭിഷേകം കൊടുക്കുന്ന ഉപദേശി വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് കേട്ടില്ലല്ലേ? ആര് വരുന്നുണ്ടെന്ന്? അഭിഷേകം കൊടുക്കുന്ന ഉപദേശി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് അറിയാം? മാങ്ങാനം ജോസഫ് എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ പാസ്റ്ററുണ്ട്.
പുള്ളിയുടെ കൈവപ്പിനാലാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ദൈവമക്കളും അഭിഷേകം പ്രാപിച്ചത്. ഇത് നിങ്ങളോടിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എത്ര പേർക്ക് അറിയാം? മാങ്ങാട് ജോസഫിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നോ രണ്ടോ പേരോ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് അംബേദ്കർ ആരാന്ന് ചോദിച്ചോ പറഞ്ഞ സാറിൻ്റെ കൂട്ടുകാരനെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത് ചോദിച്ചോലെ. അപ്പം ഈ അമ്മച്ചി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് അഭിഷേകം കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സങ്കടം വന്നത്, ഈ പോയ വഴിക്ക് ഈ അമ്മച്ചി എന്നോടൊരു ദോഷം ചെയ്തേച്ചാ പോയത്. അഭിഷേകം കിട്ടിയില്ല, നീ നരകത്തിൽ പോടാന്ന് പറഞ്ഞു. എനിക്കങ്ങ് വെപ്രാളമായി. അങ്ങനെ എൻ്റെ ഒരു പെട്ടിക്കട വെച്ച് ഞാൻ അവരുടെ പുറകെ പ്രാർത്ഥനയ്ക്ക് പോയി. നീല ഷോർട്സ്, നിക്കറും വൈറ്റ് ഷർട്ടും യൂണിഫോം ഇട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പുൾപിറ്റിന്റെ ഫ്രണ്ടിൽ പോയി മുട്ടുകുത്തി നിൽക്കുക. എന്തിനാണെന്നറിയോ? എനിക്ക് സ്വർഗത്തിൽ പോകണം. അന്ന് പ്രാപിച്ച അഭിഷേകമാ. ഞാൻ ഈ സഭയോട് പറയുന്നു, എനിക്കറിയില്ല, അത്യാവശ്യം കുറച്ച് കാര്യം പറയാനുണ്ട്. എനിക്ക് സമയം എന്നോട് പറഞ്ഞിട്ടില്ല, നല്ല സമയം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം തീരുമാനം നടത്താം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യം കണ്ടിട്ടുണ്ട്, അവർ ലഹരി പിടിച്ചവരായെന്ന്. കണ്ടിട്ടുണ്ടോ? ഓ, കേട്ടില്ല. ഒന്ന് സഹായിച്ചേ ഓഷിബസ്. അവർ എങ്ങനെയായിരുന്നെന്ന്? ഇതിനകത്ത് പണ്ട് കള്ളു കുടിച്ചിട്ടുണ്ടോരോ ഉള്ളവരുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചോദ്യം വൃത്തികേടാ. എന്തായാലും കള്ളു കുടിച്ചിട്ടുള്ളവരെ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, എത്ര വിനയമായിട്ടാ പോണം അല്ലേ. കുടിച്ചേച്ച് തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ? നാഷണൽ ഹൈവേ അവർക്ക് തികയില്ല. അങ്ങോട്ട് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന അട്ടെ പോലെ ഒരു ചവിട്ടുകയര. തിരിച്ചു വരുമ്പോൾ വീടിന്റെ സിറ്റ് ഔട്ട് നിൽക്കുന്നവരെ എന്തൊരു വിളിച്ചേ വരത്തുള്ളൂ. കാര്യം അങ്ങോട്ട് പോകുന്നത് ഇവര് സെൽഫിലാ, ഇങ്ങോട്ട് വരുമ്പോ ഇവരെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് അകത്തോട്ട് വന്നിട്ട് വൈറ്റ് കോളർ നഷ്ടപ്പെടുന്നവർ ഈ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. ആത്മാവിന്റെ ലഹരിയിൽ ഞാൻ ഇന്നലെ അബുദാബി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ദൈവദാസനും വൈഫും മോനും കൂടെ പ്രയറിന് പോയി ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഭയങ്കര മീറ്റിംഗ്, ഭയങ്കര ഹീലിംഗ്. യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാർ ആക്സിഡന്റായി. സ്പോട്ടിൽ ആ കർത്താവിന്റെ ദാസി മരിച്ചു. റോട്ടിൽ തകർന്നു. അവരുടെ ദേഹത്തൂടെ വണ്ടി കയറി ഇറങ്ങി. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ ദൈവദാസന്റെ ഒരു കൈ അറ്റ് മുറിഞ്ഞ് റോട്ടിൽ കിടക്കുക. ഈ ദൈവദാസൻ റോട്ടിൽ ഇങ്ങനെ അങ്ങ് ഞരങ്ങിക്കൊണ്ട് കിടക്കും. ഈ മോന് മാത്രം ചെറിയ മുറിവേ ഉള്ളൂ. ഇവൻ ഓടിച്ചെന്ന് ഇവന്റെ ഡാഡിനെ ഇങ്ങനെ കോരിയെടുത്തു. കൊച്ചിങ്ങനെ വാവിട്ട് കരയുമ്പോൾ മനസ്സിച്ചു, മോനെ മമ്മി എന്തിയേ? പറഞ്ഞു, ഡാഡാ ഷീസ് ഗോൺ. അവള് തകർന്നു പോയി, അവളുടെ ശരീരം മുഴുവൻ ഉടഞ്ഞു പോയി. അപ്പം പറഞ്ഞു, കേൾക്കണോ, നീ ഒരു കാര്യം ചെയ്യേ, എന്റെ ആ മുറിഞ്ഞു കിടക്കുന്ന കൈയെടുത്ത് അവളുടെ ദേഹത്ത് കൊണ്ട് ഇട. അവളുടെ ദേഹത്ത് കൊണ്ട് ഇട. നിങ്ങൾ ഓർത്തു നോക്കേ, ഒരു അഭിഷിക്തന്റെ ഷോൾഡർ എന്ന് മുറിഞ്ഞു പോയ കൈ ആ ബോഡിയെ കൊണ്ടിട്ടപ്പോൾ ചോടി എഴുന്നേറ്റു. ഞാൻ ദൈവസഭയോട് പറയുന്നു, സഭ അത്ഭുതങ്ങള് ഓപ്പറേറ്റ് ചെയ്യട്ടെ. എനിക്കറിയില്ല, ആത്മാവിൽ ഞാൻ പറയാം, പാലസിനെ ഇളക്കുന്ന, രാജ്യത്തെ ഇളക്കുന്ന ആത്മാവുള്ളവർ കരമടിച്ച പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ സഭയ്ക്കകത്ത് ഇപ്പോൾ റിലീസാകട്ടെ. ഏഴ് വർഷമായിട്ട് സഭാചാർജിൽ ഇരിക്കുന്ന ഒരു ഉപദേശിയാ ഞാൻ. 13-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിക്കുന്ന ഒരാളാ. എനിക്ക് പ്രസംഗത്തിന് യാതൊരു മുട്ടുമില്ല. പക്ഷെ ഇപ്പോൾ
ഞാൻ ഹോളി സ്പിരിറ്റിനാൽ ബന്ധിക്കപ്പെട്ടു നിൽക്കുകയാ. ഈ സഭയുടെ അകത്ത് നിങ്ങൾ ചിന്തിക്കാത്തൊരു റിവൈവൽ കയറി വരാൻ പോകുകയാ. എഴുതി വെച്ചോണം, സഭ വേറൊരു സീസണിലോട്ട് കയറുക പാസ്റ്റേഴ്സ്. ആ സീസൺ ഏതാന്ന് കമോൺ ഞാൻ ഈ പുസ്തകത്തെ എന്ന് പറയാം. ശ്രദ്ധിച്ചോണേ, പുസ്തകത്തെ എന്ന് പറയാം. ആമേൻ ആമേൻ. ശമര്യ മുതൽ ഗസ വരെ ഫിലിപ്പോസ് നടന്നു. ഗസയിൽ നിന്ന് അസ്തോദിലേക്ക് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തു. ആമേൻ. ഈ സഭ നടന്ന കാലം കഴിഞ്ഞു. ഇനി ആത്മാവ് നിന്നെ എടുക്കുന്ന ആത്മാവ്. കൈ ഉണ്ടെങ്കിൽ കൈ ഉയർത്തി അവൻ ശക്തിയോടെ അവൻ എന്നോട് ദൈവം പറയുന്നു, ആത്മാവ് ചിലതിനെ എടുക്കാൻ പറയാ. ഇപ്പോൾ ദൈവ സാന്നിധ്യം ചിലതിന്റെ മേൽ ആത്മാവ് റിലീസ് ആകട്ടെ. ഈ ആത്മാവ് വ്യാപരിക്കുന്നവന്റെ അടുക്കായിട്ടൊന്നും പറയാൻ നേരമില്ലാത്തോണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടുന്നത്. ആത്മാവ് വ്യാപരിക്കുന്നതിന്റെ പ്രത്യേകത എന്നറിയോ? അവൻ ഒരിക്കലും സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കത്തില്ല. ഒരു മൊബൈല് ഒന്ന് കാണിച്ചോട്ടെ. നീ മനഃപൂർവ്വമായി എന്റെ മൊബൈൽ എടുത്തോണ്ട് വരുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ആപ്പിളാണ്, എന്റേത് ഓപ്പോയാണ്. ഞങ്ങൾ 2 ദിവസമായിട്ട് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് ആപ്പിൾ ഇഷ്ടമില്ല. കാര്യം അതിന്റെ ഒരു സൈഡ് ആ 2 കടിച്ചെടുത്തതാണ്. ഹല്ലേലൂയ. ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഇന്റേണൽ മെമ്മറിയെ കുറിച്ച് കമ്പനി നമുക്കൊരു അറിവ് തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ഇതിന് സ്റ്റോറേജ് ഇല്ല. ഇതിന്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് കമ്പനി ഒരറിവ് തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഈ സാധനം ഇല്ല. എന്നാൽ ഒരുത്തൻ ഹോളി സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടാൽ അവൻ ഹ്യൂമൻ സിസ്റ്റത്തിന്റെ മേളിൽ കയറും. അവൻ എന്നോട് ദൈവം പറയുന്നു, ഈ സഭയ്ക്കകത്ത് 6ാമത്തെ ഇന്ദ്രിയം തുറക്കാൻ പോകയാ. 5 ഇന്ദ്രിയം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സഭയിൽ ബുദ്ധിമാന്മാരുണ്ടോ? ഞാൻ അവരെ ഒഴിവാക്കുന്നു. ഈ സഭയിൽ സമ്പന്നന്മാരുണ്ടോ? ഞാൻ അവരെ ഒഴിവാക്കുന്നു. അഭിഷേകം ഉപയോഗിക്കാൻ പൊട്ടന്മാരാ നല്ലത്. തെളിവ് ഞാൻ പറയാ. ബുദ്ധിയുള്ളവൻ പൂച്ചയെ തല്ലിക്കൊല്ലും, അഭിഷേകമുള്ള സിംഹത്തെ കീറും. നിനക്കെത്താത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ടുപോയോ ചെയ്യിക്കാൻ പോകയാ. ആത്മാവിനോട് പ്രതികരിക്കാൻ ഉറപ്പായിട്ടും ഈ സഭയ്ക്കകത്ത് ചിലതിന് ഇന്ന് ആത്മാവ് തൊടാൻ പോകയാ. ഞാനൊരു ചുമ്മാ തമാശ പറയാം. ഒരുത്തനോട് കൂട്ടുകാരൻ ചോദിച്ചൊരു ചോദ്യം, നീ പുലിയുടെ ഫ്രണ്ടിൽ പോയി പെട്ടാ എന്ത് ചെയ്യുമെന്ന്. അന്നേരം മറ്റവൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യണ്ട, പുലി എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. എടോ ബേസ് ഗിറ്റാറേ, പുലിയുടെ ഫ്രണ്ടിൽ പോയി പെട്ടാ പിന്നെ നമ്മളെല്ലാം ചെയ്യണോ? പുലിയെല്ലാം ചെയ്തോളും. ഞാൻ ദൈവമക്കളോട് പറയുന്നത്, എന്റെ അതിശയം ദാവീദ് സിംഹത്തെ കീറിയതല്ല, സിംഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ടും ബോധം കെട്ടു പോകാഞ്ഞതാ. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആന നമ്മുടെ നേരെ വരികയാണ്. ആനയെന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളെല്ലാരും ഫ്ലോറിഡയിൽ നിന്ന് വന്നോണ്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. ആന നമ്മുടെ നേരെ വരുമ്പോ
പാസ്റ്റർമാരെ വളഞ്ഞു വളഞ്ഞു ഓടണമെന്ന്. എങ്ങനെ ഓടണമെന്ന്? അപ്പൊ ആണിക്ക് വളഞ്ഞു വളഞ്ഞു ഓടാൻ പറ്റും. ഇത് കാട് കണ്ടിട്ടില്ലാത്ത ഏതാണ്ട് പൊട്ടന്മാർ എഴുതിയതാ. അപ്പൊ ഞാന് ഇവിടെ മൂന്നാർ വഴി കാന്തല്ലൂർ എന്ന് വെച്ചാൽ അവിടുന്ന് ഞങ്ങളുടെ കാർ അവിടെ ഇട്ട് 3-4 കൂട്ടുകാർ ബൈക്ക് വാടകയ്ക്കെടുത്ത് ചിന്നാറ് വനം വഴി ഇങ്ങനെ മൈസൂറിന് പോവുക. അപ്പൊ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, പഠിച്ചതൊക്കെ ഓർത്തോണം, ആന വരുമ്പോൾ വളഞ്ഞു വളഞ്ഞു ഓടണം. കൃപയാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരൊറ്റ ആന റോട്ടിൽ നിൽക്കുന്നു. ഞങ്ങൾ വണ്ടി ഇങ്ങനെ റേസ് ചെയ്ത് പിടിക്കുന്നു. ആന ഇങ്ങോട്ട് വരാണ്, ഒന്ന് തിരിക്കുക, ഒറ്റ വിട്. ആന പിന്നെ പുക പോലും കാണുകയില്ല. സ്തോത്രം. ഈ ആനയുടെ പ്രത്യേകത, ആന കമ്മിറ്റി കൂടിയ ചല്ല തിരിയുന്നത്. ആന ഠിക്കെന്ന് പറഞ്ഞത് തിരിഞ്ഞി ആനയ്ക്കൊരു വൃത്തിയോടുണ്ടെന്നറിയോ? ഒരു ചിഹ്നം വിളിയുണ്ട്. ആ ചിഹ്നം വിളിച്ച് ഇങ്ങോട്ട് ആന വരുന്നു, 3 ബൈക്ക് ഒരുപോലെ ഓഫായി. ബൈക്കിട്ട് വെച്ച് ഞങ്ങൾ ഓടുന്ന കൂടെ ഒരുത്തം പറയാ വളഞ്ഞു വളഞ്ഞു ഓടാൻ. എന്നാലും ഞാൻ പറഞ്ഞു, ഓടാ അവിടുന്ന്, ആനപ്പിച്ച് വരും. വെച്ചു പിടിച്ചു. അപ്പോഴായിരിക്കും മനസ്സിലായത് ഈ പഠിച്ചതൊന്നും ആനയുടെ ഫ്രണ്ടിൽ നടക്കുകയുള്ളത്. ദാവീദിന് എനിക്കങ്ങ് പെരുത്ത് ഇഷ്ടപ്പെട്ടു. സിംഹത്തിന് മുമ്പ് ബോധം കെട്ടില്ലല്ലോ. എനിക്ക് കരയാൻ തോന്നുന്നു. ബോധം കെട്ടില്ലല്ലോ. ഞാൻ ദാവീദിനോട് ചോദിക്കുന്നു, എടോ, അമ്മ പ്രസവിച്ച ഏതെങ്കിലും ഒരാൾ സിംഹത്തെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നീ സിംഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പവർ കൊണ്ടല്ല, വേറൊരു പവറാ. ആ തലമുറ ഈ സഭയ്ക്കകത്ത് എഴുന്നേക്കാൻ പോകുകയാ. യുഎഇയിലെ എല്ലാ ആശുപത്രികളും ഉപേക്ഷിച്ച ക്യാൻസർ പേഷ്യന്റിനെ ആത്മാവിൽ പൊക്കിയെടുക്കുന്ന, വൈദ്യശാസ്ത്രത്തെ തോൽപ്പിക്കുന്ന വേറൊരു ജനറേഷൻ. നിങ്ങൾക്ക് ഒരു ഇച്ചിരിയും കൂടെ വൃത്തികേടായിട്ടൊന്ന് കൈയടിക്കാവോ? ഒരു ശകലവും കൂടെ വൃത്തികേടായിട്ടൊന്ന് കൈയടിക്കാവോ എന്ന് നോക്കിയേ. ഞാൻ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞൊരു കാര്യം പറയാം. കൈ അടിക്കേണ്ട സമയത്ത് കൈ അടിച്ചില്ലെങ്കിൽ പിന്നെ നീ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. ഇപ്പൊ അടിച്ച ഒരടിയും സ്വർഗത്തിൽ പോകുകയില്ല. ഇത് പേടിച്ചടിച്ച അടിയാ. ഞങ്ങളുടെ സഭയിൽ ഒരു അങ്കിളുണ്ട്. പുള്ളിക്ക് ചർച്ചിൽ വന്ന് കയറുമ്പോഴേ ഈ നമ്മുടെ അലർജിയുടെ ഗുളിക കഴിച്ച പോലെയാ. ഗുളിക്ക് ഒരു പേരുണ്ടല്ലോ, ഇങ്ങനെ ഉറക്കം വരുന്നൊരു ഗുളിക, അവില് വരുമ്പോഴേ ഇങ്ങനെയായിരിക്കുന്നത്. എൻ്റെ ഈ കാർച്ചയ്ക്കാണെ പുള്ളിക്ക് ഉറക്കത്തിന് സുഖവും കിട്ടുകയില്ല. ഞാന് ഈ ഇടയ്ക്ക് കാരങ്ങളെ തട്ടി എന്ന് പറയുമ്പോൾ പുള്ളി ഉറക്കത്തിൽ നിന്ന് ഒറ്റയടിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ പറയുക? ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. നിങ്ങളോട് തന്നെ പറ, നമ്മൾ പെന്തിക്കോസുകാരാണെന്ന് പറ, നമ്മൾ ആത്മാവുള്ളവരാണെന്ന് പറ. ഹോതി പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മമഴയ പെയ്യണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുക്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ. ഇനി കൈയടിക്കേ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം ഇറങ്ങണമേ,
ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഒന്ന് കയറാം. ഈ ഒരു എയറിനെ പൊല്യൂട്ടഡ് ആക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഈ ചർച്ചിനകത്ത് ഈ ഫ്രഷ് എയർ ഉണ്ടല്ലോ, ഇതിനെ പൊല്യൂട്ടഡ് ആക്കാൻ കുറച്ച് അഴുക്ക് ചീഞ്ഞ എന്തെങ്കിലും സാധനം ഇതിനകത്തുകൊണ്ട് വെച്ചാൽ മതി. അപ്പൊ ഈ എയർ ഫുൾ എന്ത് ചെയ്തോളും? പൊല്യൂട്ടഡ് ആയിക്കോളും. ഒരു കിണറ്റിലെ വെള്ളത്തെ പൊല്യൂട്ടഡ് ആക്കാൻ എളുപ്പമാണ്. ഒരു ചത്ത പൂച്ചേനെടുത്ത് അതിനകത്തോട്ട് ഇട്ടാൽ മതി. പക്ഷെ തീയെ പൊല്യൂട്ടഡ് ആക്കാൻ എളുപ്പമല്ല. നിങ്ങള് ഒരു ചീഞ്ഞ സാധനം എടുത്ത് തീക്കത്തിട്ടോ, പിന്നെ നാറുകയില്ല. ആരോട് പറയാനാ ഇതൊക്കെ? ഞാൻ പറയാവേ, ആ ഭാഗം ഒന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങളോടൊക്കെ കുറെ ദിവസങ്ങൾ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹം തോന്നുക. ഇപ്പൊ ആരാണ്ട് മനസ്സിൽ പറയുവാണേ, അവൻ അടുത്ത വീസ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാള് പോയി പറയാ, പണിവല്ല നോക്ക് കേട്ടോ, ചുമ്മാ വഴക്കുണ്ടാക്കാതെ. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് എടുത്തേ, ബൈബിൾ ഉള്ളവരൊന്ന് എടുത്തേ. എന്നെ കളിപ്പിക്കാൻ വേണ്ടി യെശയ്യാ പ്രവചനം എടുക്കരുത്, ഉൽപ്പത്തിയാണ്. 8-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാലുവെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ വീണ്ടും പെട്ടെന്ന് പുറത്തു വിട്ടു. ആ പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവിന്റെ ഇല. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. അടുത്ത വാക്യം, പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. പ്രാവ് പെട്ടകത്തിൽ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. അത്രയും കണ്ടവർ എന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞു. ഈ ആഴ്ച എങ്ങാനും വരുമോ? അത് അണ്ട അയാള് 10-ാം മാസത്തിലൊക്കെ കിടക്കുക. പോട്ടെ. 3 പ്രാവശ്യം ഈ പ്രാവ് പെട്ടകത്തിൽ നിന്ന്, ഇതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എന്നിട്ട് ദൂതിന്റെ ഗൗരവത്തിൽ കയറി പ്രാർത്ഥിക്കാനാ. പെട്ടകത്തിൽ നിന്ന് 3 പ്രാവശ്യം പ്രാവ് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു വന്നിട്ടുണ്ട്. പെട്ടകത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാലോ. നോഹയുടെ പെട്ടകം 120 വർഷം പ്രസംഗിച്ചെന്ന് ബൈബിളെ വാക്കിയല്ല, ചരിത്രമായി പറയുന്നത്. നോഹനെ സമ്മതിക്കണല്ലേ, എനിക്കൊക്കെ ഒരു 10,000 പ്രസംഗ വിഷയം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ പാടാ. നോഹയാണ് 120 വർഷം ഒറ്റ ടോപ്പിക്കാ പ്രസംഗിച്ചത്. അത് കേൾക്കാൻ കൊള്ളുന്ന പ്രസംഗമല്ല, നീ മുഴുവൻ കത്തിപ്പോകുമെന്ന്, എല്ലാം വെള്ളം കുടിച്ച് ചാവുമെന്ന്. ഇങ്ങനെ ന്യായവിധി പ്രസംഗിച്ച ഒരു മനുഷ്യൻ 120 വർഷമായി പ്രസംഗിച്ചത് നാട്ടിലാ, ഇളകിയത് കാടാ. കേട്ടില്ല. സിംഹം വന്നു, ആന വന്നു, എലി വന്നു, പുലി വന്നു, ഒറ്റ മനുഷ്യനും വന്നില്ല. പ്രസംഗിച്ചത് നാട്ടിലാ, ഇളകിയത് കാടാ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഏലിയാവ് പ്രാർത്ഥിച്ചത് പർവ്വതത്തിലിരുന്ന, മേഘം പൊങ്ങിയത് കടലിന്റെ മേളിലാ. അപ്പൊ നീ ചിന്തിക്കാത്ത എവിടെയോ ഒരു റിവൈവൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ സഭയോട് പറയാം, നിങ്ങളുടെ ചർച്ച് ഇരിക്കുന്നത് ബ്രൈറ്റ് വാസ് വഴക്കുണ്ടാക്കായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ദുബൈയിലാണ്. പക്ഷേ അലൈനിൽ നിന്നും അബുദാബിയിൽ നിന്നും ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരണം. പോട്ടെ. നോഹയുടെ പെട്ടകത്തിനകത്ത് കയറി. ഈ പെട്ടകം ദൈവത്തിന്റെ സഭയ്ക്ക് നിഴലാണല്ലോ. മുമ്പോട്ട് പോവുക. അപ്പൊ ഇതിനെ വലിയ തലപ്പൊക്കമുള്ള ജിറാഫ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തല ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലല്ലേ? ഞങ്ങൾ വലിയ കുടുംബമായതുകൊണ്ട് കള്ളി കതലി കാളിയാങ്കൽ ശങ്കരമംഗലം പകലോ മറ്റോ, ഞങ്ങളുടെ തല താഴെയല്ല, ഞങ്ങളുടെ തല ഇങ്ങനെയാണ്. അന്നേരം നോഹ പറയും, പെട്ടകത്തിൽ കയറണമെങ്കിൽ തല താഴ്ത്തണം. ഇല്ല അച്ഛൻ കാട്ടി നിന്നു. ഈ താഴെ മനസ്സില്ലാത്തവരൊന്നും പെട്ടകത്തിനകത്തോട്ട് പോരരുത്. കൊണ്ട മനഃപൂർവ്വം ആമേൻ പറയാതിരിക്കുന്നുണ്ടോ? കൊണ്ട എന്നോ സാധനങ്ങളാന്ന് നോക്കി, താഴെ മനസ്സില്ല. അതാ ആന പറഞ്ഞു, എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞു. നോഹ പറഞ്ഞു തരികയില്ല. അവർ ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നു പറഞ്ഞു. അന്നേരം നോഹ പറഞ്ഞു, ഇത്രയും കനമുള്ള നീ സൈഡിൽ പോയിരുന്ന പെട്ടെന്ന് മറിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതോ ഒക്കെ ആന സഭയ്ക്കകത്ത് കിടന്ന് പിടിവാശി പിടിച്ചപ്പോഴാ സഭ മറിഞ്ഞത്. എലി അകത്തോട്ട് കയറാൻ ചെന്നപ്പോഴേ നോഹ എലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെ ചെന്നാലും ഒരു തുളയിടുന്നത് നിന്റെ ശുശ്രൂഷയാ, പക്ഷെ ഇതിനകത്ത് തുളയിടരുത്. കാര്യം എന്നറിയോ?
തുളയിട്ട വെള്ളം ഇതിനകത്ത് എന്ത് ചെയ്യും? കയറും. ഇനി അഥവാ ഈ തുളയിടുന്ന എലികൾ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഉപദേശിമാരൊരു മാർഗം പറഞ്ഞുതരാം. ഇവരെ ഏറ്റവും താഴത്തെ തട്ടി നിർത്തരുത്. അല്ല, ഒരു തട്ട് വെള്ളോട്ട് കയറ്റി. അതിന്റെ ഗുണം എന്നാന്നറിയോ? തുളച്ച വെള്ളം കയറുകയല്ല. കാര്യം 3 തട്ടുണ്ടായിരുന്നല്ലോ. ഈ പെട്ടകം ഇങ്ങനെ പോവാ. അടുത്ത ദൂതിയെ പെട്ടെന്ന് പറഞ്ഞു വിടുവാണ്. നോഹയുടെ പെട്ടകത്തിന്റെ സ്റ്റിയറിംഗ് തമ്പുരാന്റെ കയ്യിലാണ്. ഒരു വാക്ക് ഞാൻ ദൈവമക്കളോട് പറയാം. നിയോഗത്തിലെ പെട്ടകത്തിനകത്ത് കയറിയെങ്കിലും ഒഴുകുകയല്ല, ഒഴുക്കുകയാ. ആ വാക്കൊന്ന് പറഞ്ഞേ, ഒഴുകുകയല്ല. ഞാൻ ഈ ബാംഗ്ലൂർ വെച്ച് സിജോയിനെയൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇവനൊക്കെ ഒഴുകി ഇവിടം വരെ വന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം. ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ ഇല്ലേ? ഇവനെ പോലത്തെ ഒരു നാണം കുണുങ്ങിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോളെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അവളെയൊക്കെ എനിക്കറിയാവുന്ന രക്തത്താൽ ജയം. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഹല്ലേലൂയ. പിന്നെ ഇവരുടെ കുടുംബത്തിനൊരു പ്രത്യേകത എന്നാന്നറിയോ? 1 ലോറി ആളുകളാണ് കർത്താവിന്റെ വേലയ്ക്ക്. ഏത് ഭൂമിയിൽ ഏത് സ്റ്റേജിൽ ചെന്നാലും ഇവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ എന്നെങ്കിലും തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ. ഓ, ഒഴുകുകയല്ല. ആ വാക്കൊന്ന് പറഞ്ഞേ, ഒഴുക്കുകയാ. ഒന്ന് പറഞ്ഞ മക്കളെ. നിങ്ങൾക്ക് MBBS പോകാൻ താല്പര്യമുള്ളവരുണ്ടോ? പൈലറ്റിന്റെ ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരുണ്ടോ? നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോയി MBA പഠിക്കാൻ താല്പര്യമുണ്ടോ? ഡോണ്ട് വറി, ഒഴുകണ്ട, ഒഴുക്കും നിന്നെ. എനിക്കറിയില്ല, എന്നോട് പ്രവചിക്കാൻ ദൈവം പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഒരു നിയോഗത്തിലേക്ക് ഒഴുക്കുന്ന ദൈവം. BDS കഴിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചിന്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. ആ വീട്ടിൽ ചെന്ന് കണ്ണു അടച്ചു പിടിച്ച് ആ കൊച്ചിനോട് ദൂത് പറഞ്ഞു, ഗൈനക്കോളജിയിൽ നിന്ന് എഴുതി കാണിക്കുന്നു പറഞ്ഞു. BDS പഠിച്ചിരിക്കുന്ന കൊച്ചിനോട് ദൂത് പറഞ്ഞതാ ഗൈനക്കോളജി എന്ന്. അവരാ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. ഞാൻ സന്തോഷത്തോടെ പോന്നു. പക്ഷെ ഇപ്പൊ ആ കൊച്ചു ഗൈനക്കിന്റെ ഡോക്ടറാ. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഇനിയിപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് അതെങ്ങനെയാന്നല്ലേ? എനിക്ക് നല്ല മനസ്സില്ല പറയാൻ. ഒഴുകുകയല്ല. ബാക്കി പറ മക്കളെ, കമോൺ, ശരിക്കും പറ. ഒഴുകുകയല്ല, പിന്നെ ഇമ്മാനുവൽ, നമ്മൾ ഒഴുകുകയല്ല, നമ്മൾ ഒഴുക്കപ്പെടുകയാ. ഈ ഒഴുക്കുന്നത് എങ്ങോട്ടാന്നറിയോ? പോകുന്നത് താഴ്വര, ഉറയ്ക്കുന്നത് പർവ്വതത്തിലാ. പക്ഷേ ഇനി ഇതിനൂടെ കൈയടിക്കണേ, ഇതിനൂടെ കൈയടിക്കണം. ഈ ഒഴുകാൻ തുടങ്ങിയ താഴ്വരയ്ക്കും ഉറയ്ക്കുന്ന പർവ്വതത്തിന് ഇടയ്ക്കൊരു ഓളമുണ്ട്. ആ ഓളത്തെ നീ മാനേജ് ചെയ്യണം. എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു, ആമ ഇളകുന്ന ഓളത്തിന്റെ അടിയിൽ ഇളകാത്തൊരു പർവ്വതമുണ്ട്. വിട്ടേരെ, ശ്രദ്ധിച്ചേ. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് 3 പ്രാവശ്യം പ്രാവ് പുറത്തോട്ട് വന്നു. അതൊരു വലിയൊരു മിസ്റ്ററിയാണ്. ഭൂമിയിലേക്കുള്ള, എല്ലാവരും ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ 3 വെളിപ്പാടുകളാണ്. എപ്പോഴാ ദേവസ്വം ഞാൻ തീർക്കണ്ടേ? 11. ഓക്കെ. ആ 11 എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീർന്നു. രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. ഇവരുടെ എല്ലാം വാച്ച് തെറ്റിപ്പോട്ടെ, എനിക്ക് സമയം കൂടുതൽ കിട്ടട്ടെ. രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോണേ. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് 3 പ്രാവശ്യം, എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം പ്രാവ് പുറത്തു വന്നു. അത് 3 പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള, എനിക്ക് കോഡ്ലെസ് തരാവോ? ഭൂമിയിലേക്കുള്ള പരിശുദ്ധാത്മാവിന്റെ 3 ആഗമനത്തിന്റെ വെളിപ്പാടാണ്. 3 ആഗമനത്തിന്റെ വെളിപ്പാടാണ്. 1ാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വന്നു, കാല് വെച്ചില്ല, കേട്ടില്ല. 2ാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വന്നു, ഒരില കിട്ടി. ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2ാമത്തെ പരിശുദ്ധാത്മാവ് വന്നു, ഒരില കിട്ടി. പറഞ്ഞേ,
മൂന്നാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വന്നു. ഞാൻ വരാവേ കേട്ടോ. മൂന്നാമത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വന്നു, തിരിച്ചു ചെന്നിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ആദ്യത്തെ പ്രാവശ്യം പരിശുദ്ധാത്മാവ് വന്നു, കാല് തറ വെച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം വന്നു, ഒരില കിട്ടി, കേട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യം വന്നു, തിരിച്ചു ചെന്നിട്ടുമില്ല. ഇത് ഹോളി സ്പിരിറ്റിന്റെ ഭൂമിയിലേക്കുള്ള 3 ആഗമനത്തിന്റെ റെവലേഷനാണ്. ഏതാണ് ഈ ഫസ്റ്റ് ടൈം? പറയാം, ഓൾഡ് ടെസ്റ്റമെന്റ് പീരിയഡ്, പഴയ നിയമ കാലഘട്ടം. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയിട്ടുണ്ട്, പക്ഷെ എങ്ങും ഇരുന്നിട്ടില്ല. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ അറിയാം, പഴയ നിയമത്തിലെ അഭിഷേകം ലാൻഡ് ചെയ്യുകയല്ല, പറന്ന് നിൽക്കുകയാണ്. അഹരോന്റെ താടിയിലൂടെ ഒഴുകി പോകുക, നിൽക്കുന്നില്ല. ആമേൻ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ അഭിഷേകം വന്നത് മേളിലാണ്. ദാവീദിന്റെ മേൽ, ശിംശോന്റെ മേൽ. അഭിഷേകം ഉള്ളിൽ വരുന്നത് പുതിയ നിയമത്തിലാണ്. ശ്രദ്ധിച്ചേ, ഈ പഴയ നിയമത്തിൽ, എനിക്ക് അതെല്ലാം കൂടെ പറയാൻ വെപ്രാളം വരുന്നു. പഴയ നിയമത്തിൽ ആത്മാവ് ഇറങ്ങിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സുഭാഷ് എന്താ പറയുന്നത്? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവില്ലേ? എന്റെ പൊന്നച്ച, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ലെന്നേ പറഞ്ഞുള്ളൂ, പറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവന്റെ നിഴലിനെ കുറിച്ച്. നിഴൽ. പഴയ നിയമത്തിൽ ആത്മാവ് പറന്ന് നിൽക്കുന്നു. അന്ന് പറന്ന് നിന്നപ്പോഴാ ദാവീദ് സിംഹത്തെ കീറിയത്. പറന്ന് നിന്നപ്പോഴാ ഏലിയാവ് കുതിരയുടെ മുമ്പിൽ കയറി ഓടിയത്. പറന്ന് നിന്നപ്പോഴാ ചെങ്കടൽ വിഭാഗിച്ചത്. പറന്ന് നിന്നപ്പോഴാ യോർദാൻ മാറിയത്. ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, നിഴൽ അടിച്ചപ്പോ ഇതാ പവറെങ്കിൽ അകത്തിറങ്ങിയാൽ ഒരു തലമുറ ഇതുവരെ കാണാത്തത് ഈ ജനറേഷൻ കാണാൻ പോകുകയാ. പറക്കുകയല്ല, നിന്റെ അകത്ത്. ഇമ്മാനുവേലേ, ഇമ്മാനുവേലേ, അവിടെ നിന്നാമേ. എനിക്ക് ഇമ്മാനുവേലോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. മക്കളെ, പഴയ നിയമത്തിലെ പെട്ടകമില്ലേ? കേൾക്കുന്നുണ്ടോ എല്ലാരും? പഴയ നിയമത്തിലെ പെട്ടകമില്ലേ? മോനെ, നീ പുറകെ പോയി നിന്നിട്ട് ഞാൻ പറയുന്നവർക്ക് തിരിയുന്നുണ്ടോ? അവരത് വെറുതെ തലകുലിക്ക് സമ്മതിച്ചെന്നെ വിടുവാണോ? അല്ലല്ലോ. പഴയ നിയമത്തിലെ പെട്ടകയില്ലേ? അഹരോന്റെ തലത്തോടി മണ്ണ് ഇട്ട് വെച്ചിരിക്കുന്ന പൊൻ മാത്രം നിയമത്തിന്റെ കൽപ്പലക. പെട്ടകയില്ലേ? അതിന്റെ തൂക്കം എത്രയാണെന്നറിയോ? 820 കിലോയാ. എത്ര പേരാ എടുത്തത്? അത് ചുമക്കുന്ന എത്ര പേരാ? ഒന്നുകൂടെ പറയാമേ. തൂക്കം എത്രയാ? ചുമന്ന എത്ര പേരാ? ഒരാളുടെ തോളിൽ എത്ര കിലോ ചെല്ലും? ആവറേജ് 200 കിലോയുടെ മേലിൽ ചെല്ലിയല്ലേ? 200 കിലോയുടെ മേളിൽ ഒരു മനുഷ്യൻ എടുക്കുവോ? ആരോട് പറയാനാ? ആരോട് പറയാനാ? അത് പറഞ്ഞിട്ട് നീ ഇരുന്നാ മതി. പേട്ടകത്തിന്റെ തൂക്കം 800, ചുമക്കുന്ന 4 പേര്, ഒരാളുടെ തോളെ 200 കിലോ എടുക്കുകയല്ല. ഇനി എത്ര മിനിറ്റ് നിൽക്കണം? അനീഷ് പാസ്റ്ററും എബ്രഹാം പാസ്റ്ററും ഫ്രാൻസിസ് പാസ്റ്ററും 45 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. പക്ഷെ പെട്ടകം ഇരിക്കുന്നതിന്റെ പ്രത്യേകത, 20 ലക്ഷം പേര് അക്കരെ കയറുന്ന വരെ നടുക്ക് നിൽക്കണം. നടുക്ക് നിൽക്കണം. ഞാൻ ശ്രദ്ധിച്ചേ, ഞാൻ ഇവരോട് ചോദിച്ചത് എങ്ങനെ ചുമന്നെന്ന്. അവർ പറഞ്ഞു കേൾക്കണോ, ഈ പെട്ടിക്ക് ഭാരം കുറയും. ഗ്ലോറി ഇറങ്ങുമ്പോ ആ പെട്ടിയുടെ വെയിറ്റ് കുറയും. ഗ്ലോറി ഇറങ്ങുമ്പോ ഇന്ന് പകൽ ചിലരുടെ ഭാരം പരിശുദ്ധാത്മാവ് എടുക്കാൻ പോവുകയാ. ചിലരുടെ ലോഡ് കൈയടിച്ച് കൈയടിച്ച് എന്നോട് ദൈവാത്മാ പ്രവചിക്കാൻ പറയുന്നു. മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിനോട് ദൈവാത്മാ പറയുന്നു, നീ രാജരഥത്തിന്റെ പുറകിലല്ല, നീ അതിന്റെ മുൻപിൽ ഓടാൻ പോകുകയാ. ശക്തിയോടെ
രണ്ട് മൂന്ന് കാര്യം ഒന്ന് പറയാം. അന്ന് മോശ വടുനീട്ടിയപ്പോ ഒരു കാറ്റടിച്ചില്ലേ? കേട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഡോക്ടർ H.J. ഹാലിസിന്റെ ബുക്ക് ഒന്ന് മേടിച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഫുള്ളല്ല, ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ഫയറാണ്. അന്ന് രാത്രി അടിച്ച കാറ്റിന്റെ വേഗത എഴുതിയിരിക്കുന്നത് 2200 കിലോമീറ്റർ പെർ അവർ. പൈലറ്റ് പറഞ്ഞു കേട്ട് ഇപ്പൊ ഫ്ലൈറ്റിന് 750 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന്. കേട്ടില്ലായിരുന്നോ? കേട്ടായിരുന്നോ? കണ്ണടച്ചിരിക്കുമായിരുന്നല്ലോ. എന്നാലും കേട്ടു. ഹല്ലേലൂയ. ചില ഫ്ലൈറ്റ് 850 എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 800 എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മള് 1000 താഴെ പരിചയമുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു, ഇതെന്നാ പോകാത്തത്, ഇങ്ങനെ നിൽക്കുന്നതെന്നാന്ന് ചോദിച്ചു. കാര്യം എനിക്ക് മരം പുറകോട്ട് പോയില്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുന്നുള്ള ചിന്തയില്ല. ആ കാറിൽ പോയല്ലേ ശീലം. അപ്പൊ ഈ മരം ഇങ്ങനെ പുറകോട്ട് പോകണം. എന്താ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഞാൻ 17 വർഷത്തിന് മുമ്പ് ദുബൈ വരവ് തുടങ്ങിയതാന്ന് ഓർത്തോണം. അല്ല കളിയായി. Praise the Lord. കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മൾക്ക് ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഒന്ന് കയറി നിൽക്കണ്ടേ. 2000 കിലോമീറ്ററിന്റെ മേളിലുള്ള കാറ്റടിച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ബുദ്ധിജീവികൾ ഇരിപ്പുണ്ട്. ചിലരുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം ബുദ്ധിജീവിയാ. എന്നാലും അവർ യോഗം കഴിഞ്ഞിടിക്കും, പാസ് ഇവിടെ മരുന്ന് വന്നേ, ഒരു ഡൗട്ട്. എന്നറിയാം ഡൗട്ട്? പിന്നെ ഡൗട്ടന്മാരുണ്ട് ഇഷ്ടം പോലെ. നല്ല കാര്യം ഒന്നും കേൾക്കില്ല, ഡൗട്ട് മാത്രമേ കേൾക്കുള്ളൂ. എന്നാന്നറിയോ ഡൗട്ട്? 2200 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ ഈ കരയ്ക്ക് നിൽക്കുന്നവർ പറന്നു പോവുകയല്ലേ എന്ന്. അതിന്റെ മറുപടി എന്നാന്നറിയോ? ഈ 100 കിലോ ഉള്ള ഏലിയാവ് മേളിലോട്ട് പോയപ്പോ 1.5 കിലോ ഉള്ള പുതപ്പ് എങ്ങനെയാ താഴോട്ട് വന്നെന്ന് പറ. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? വാഗ്ദത്തം ഉള്ളവന്റെ ദേഹത്ത് കാറ്റ് പിടിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു തെളിവും കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു കസേര ഇരുന്ന് തകർത്ത് ആരാധിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുമ്പോ തൊട്ടപ്പുറത്തെ കസേരയിൽ T.K. മാധവന്റെ പ്രതിമ ഇരിക്കുന്നവരുണ്ടോ? അതാണ് ഏറ്റവും വലിയ തെളിവ്. ദൈവത്തിന്റെ കാറ്റ് ഉദ്ദേശിക്കുന്നിടത്തല്ലാതെ. ഈ ചമ്മി കഴിയുമ്പോഴുള്ള കയ്യടി കാണാൻ നല്ല രസമാ. എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും 1000 നാവുകള വർണ്ണിപ്പാൻ സാധ്യമല്ല. പോയ നാളിൽ ചെയ്ത നന്മയോർത്താൽ എങ്ങനെ മറന്നിടും. ആത്മാവ് പറന്നു നിന്നു. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പാടുന്നതാ. എനിക്ക് പാടാതിരിക്കാൻ പറ്റുകയല്ല. ഇവിടെ പാട്ടെഴുത്തുകാർ താണ്ടെ ബ്രൈറ്റ്, ഇമ്മാനുവേല്, താണ്ടെ മ്യൂസീഷ്യൻസ് ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ പാടും, എനിക്ക് പാടിയേ പറ്റൂ. അതുകൊണ്ടാണ് എനിക്ക് വെപ്രാളം വരുന്നത്, തീരാൻ പറ്റുന്നില്ല. I'm sorry. ആത്മാവ് പറന്നു നിന്നൊരു കാലഘട്ടം. അന്ന് ഏലിയാവ് കുതിരയ്ക്ക് മുമ്പിൽ ഓടി, പിന്നെ മോശ ചെങ്കടലിലേക്ക് കയറി. എനിക്കതെല്ലാം പറയാൻ ആഗ്രഹമുണ്ട്. സിംഹത്തെ കീറി. അയ്യോ, ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം പ്രാവ് പുറത്തു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഓരോ ഒലിവിന്റെ ഇലയായിട്ട് പ്രാവ് പോയെന്ന്. അത് വന്നത് എങ്ങോട്ടാന്ന്? യേശുവിന്റെ കല്ലറയ്ക്കകത്തോട്ടാ.
എഫേസ്യ ലേഖനം 1:20 അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഞാൻ ദൈവമക്കളോട് പറയാം, 18 മണിക്കൂർ കൊണ്ട് റോമാക്കാർ അടിച്ചു തകർത്തതിനെ 18 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് മോൾഡ് ചെയ്തു. ഇന്ന് പകല് നിങ്ങൾ ഹോളി സ്പിരിറ്റിനും ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നൊടിക്കുന്ന നേരം കൊണ്ട് നിന്നെ ബിൽഡ് ചെയ്യും പരിശുദ്ധാത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സമയം പോലെ ഈ ആ ഇലയുടെ പേരെന്ന് പറഞ്ഞേ ഒലിവല. ഇലയുടെ പറഞ്ഞേ ഒച്ച മക്കളെ എന്നെ നോക്കിയിട്ട് പറ, ശരിക്കും പറ. ഒലിവല. ഈ 200-ലധികം ദിവസം വെള്ളം കിടക്കുക ഭൂമിയിൽ. എല്ലാ മരവും ചീഞ്ഞു, എല്ലാ ഇലയും ചീഞ്ഞു, എല്ലാ ഫലവും ചീഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, കോവിഡ് കഴിഞ്ഞപ്പോ ഒത്തിരി വിശ്വാസികൾ ചീഞ്ഞില്ലേ? എല്ലാ ഇലയും ചീഞ്ഞപ്പോ ഒരില മാത്രം കയറി വരുന്നു. ഒരില മാത്രം കയറി വരുന്നത്. ഞാൻ ഈ ഒലിവലയോട് ചോദിച്ചു, നീ എങ്ങനെയാ വെള്ളത്തിന്റെ മേളിൽ വന്നത്? പറ, നീ എങ്ങനെയാ വെള്ളത്തിന്റെ മേളിൽ വന്നത്? ഒലിവല പറഞ്ഞത് കേട്ടോണേ, ഞാൻ ഒലിവിന്റെ ഇലയാ, എന്റെ അകത്ത് എണ്ണയുണ്ട്, എനിക്ക് താഴാൻ പറ്റത്തില്ല, എനിക്ക് താഴാൻ പറ്റത്തില്ല. കരമടിച്ചക്കാർ എനിക്ക് താഴാൻ പറ്റുകയില്ല, എനിക്ക് താഴാൻ പറ്റുകയില്ല, എനിക്ക് താഴാൻ പറ്റുകയില്ല. കാരണം എന്റെ അകത്ത് എന്റെ അകത്ത് ശക്തിയോടെ പ്രതികരിക്ക, ശക്തിയോടെ എന്റെ അകത്ത് എന്നോട് ദൈവം പറയുന്നു, സാഹചര്യങ്ങൾ താഴ്ത്ത ചിലത് ഇന്ന് രാവിലെ പൊങ്ങാൻ പോകയാ. രോഗങ്ങൾ തകർത്ത ചിലത് ഇന്ന് രാവിലെ പൊങ്ങാൻ പോകയാ. സാഹചര്യങ്ങൾക്ക് ആത്മാവുള്ളവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. കരമടിച്ചൊരാമേ പറ. ജോലി പോയാലും ആരാധിക്കും, വരുമാനം നിന്നാലും ആരാധിക്കും. ഞാൻ ഈ ചർച്ചിനകത്തിരുന്നപ്പോ ഉണ്ടല്ലോ, ഞാനൊരു ദൈവശബ്ദം കേട്ടു. അയ്യോ, വേണു പാസ് പുറയിലിരിക്കണ്ട, ഫ്രണ്ടോട്ട് വന്നാ മതി. ലോകം അറിയപ്പെടുന്ന ഒരു അപ്പോസ്തലനാ, അദ്ദേഹത്തെ വെറുതെ വിടാൻ പറ്റിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും താഴ്ന്നു കട. ഇവിടെ വന്നപ്പോ കർത്താവിനോട് പറഞ്ഞെന്നറിയോ, ഇയ്യോബിനെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തി ദൈവം 7000 ആടിനെ കൊന്നു, 3000 ഒട്ടകത്തെ കൊന്നു, 500 കാളയെ കൊന്നു, 500 പെൺകഴുതയെ കൊന്നു. 7000 ആടിന്റെ ചാരം മുറ്റത്ത്. ഇയ്യോബിന്റെ സാഹചര്യം തകരുക, പക്ഷെ ഇയ്യോബ് വളരുകയാ. ഓ, നിങ്ങൾ കേട്ടില്ല? ദൈവം നിന്റെ സാഹചര്യങ്ങളെ തകർക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ ആത്മമനുഷ്യനെ വളർത്താനാ. കരമടിച്ച ആരാധിച്ചേ. നിന്റെ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചേ. ആമേ, തിരയടിക്കുന്ന കടലിൽ പൗലൂസിന്റെ കപ്പൽ തകരുകയാ, സാഹചര്യത്തെ തകർക്കുകയാ. എന്തിനാണെന്നറിയാമോ? പൗലൂസിന്റെ ആത്മമനുഷ്യനെ വളർത്താൻ. ഇന്ന് മകൾ എഴുതി വെച്ചോ, സാഹചര്യം തകരട്ടെ, നീ വളരട്ടെ. പക്ഷെ ഒരു കാര്യം എഴുതി വെച്ചോണം, കടലിലെ കപ്പല് തകർന്നാൽ പൗലൂസ് തകരില്ല. ഞാൻ ആ ദൂതിന്റെ മർമ്മം എന്ന് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാച്ച് ചെയ്യുക. ഇയ്യോബിന്റെ 7000 ആടിനെ ചാരമാക്കി. കേട്ടില്ല? അപ്പൊ 7000 ആടിന്റെ ചാരം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇരിപ്പുണ്ടിട്ട് കുറെ ചാരം ഇവിടെയും കിടപ്പുണ്ട്.
7,000 ആടിന്റെ ചാരം, 3,000 ഒട്ടകത്തിന്റെ ചാരം, 500 കാളയുടെ ചാരം, 500 പെൺകഴുതയുടെ ചാരം. ഈ ചാരം മുഴുവൻ ഇവിടെ കിടക്കുമ്പോൾ അപ്പറെ മാറി നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യനെ പരിശുദ്ധമ്മ പണിയാൻ തുടങ്ങി. അവിടുന്ന് അയാൾ പ്രവചിച്ച് കേൾക്കണോ, വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, വെട്ടിയാ ഞാൻ കയറി വരും, ഞാൻ കയറി വരും, ഞാൻ കയറി വരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നെ നോക്കി, ഞാൻ പെട്ടെന്ന് പറയാം. അവിടെ ചാരം കിടക്കുക, ഇവിടെ വെച്ച് യോബിന്റെ ദൈവം പണിയുക. ദേഹത്ത് പുഴു, ഭാര്യയുടെ നിന്ന, സാഹചര്യങ്ങളുടെ പ്രതിസന്ധി. പക്ഷെ ഇവിടെ വെച്ച് ആമേൻ, യോബ് 38 ആത്മാവിറങ്ങി, ഹോളി സ്പിരിറ്റ് റീഫിൽ ചെയ്തു ഈ മനുഷ്യനെ. റീഫിൽ ചെയ്തപ്പോ നിങ്ങൾ കേട്ടോണേ, ഈ ചാരം ഒരു സൈഡിൽ കിടപ്പുണ്ട്. ഇയ്യോബ് ഇപ്പുറം നിറഞ്ഞ ചിയോബ് പോകുന്നത് ചാരത്തിന്റെ അടുത്തോട്ടാ. കേട്ടില്ല? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സാഹചര്യങ്ങൾ ചാരമാക്കിയതിനെ അഭിഷേകം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഇപ്പൊ നിങ്ങൾ കേട്ടോണം, 7,000 ആടിന്റെ ചാരത്തിനകത്തുനിന്ന് 14,000 എണ്ണത്തെ പൊക്കിയത്. സാഹചര്യം നിന്റെ 10 നന്മ തകർത്താൽ അതിനെ 20 തിരിച്ചു പിടിക്കാൻ നിന്റെ അഭിഷേകം. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഒരു തലമുറയെ ദൈവം കണ്ടിരിക്കുന്നത് ചാരത്തെ കുറിച്ച് സങ്കടപ്പാട്ട് എഴുതാനല്ല. ഓ, നിങ്ങൾ കേട്ടില്ല? ചാരത്തെ കുറിച്ച് സങ്കടപ്പാട്ട് എഴുതി യൂട്യൂബിനകത്ത് കയറ്റിയിട്ട് ആളുകളെ ഫീൽ ചെയ്യിക്കാനല്ല. ഒരു തലമുറയോട് പറ, യേശുവിന്റെ ഒരു ദൈവമുണ്ട്. ഒരു ജനറേഷനോട് പറ, ഞങ്ങൾ കയറി വരും. നമ്മൾ ദൈവദാസന്മാർ ചെയ്തൊരു ദോഷം എന്താണെന്നറിയോ? ജനത്തെ ഫീൽ ചെയ്യിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മേളിൽ ഒരു ദുഃഖത്തിന്റെ മേഘം കൊണ്ട് അങ്ങിട്ടു. സങ്കടം, പ്രശ്നം, കഷ്ടത, ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ മേഘം മുഴുവൻ അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ ആമേൻ, ഒരു തലമുറയോട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ ഓടിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന പൗലോസിന്റെ ആത്മമനുഷ്യൻ ഇങ്ങനെ ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോഴല്ലോ, പൗലോസിനെ പൂട്ടിയിട്ടാൽ ലേഖനം അഴിച്ചുവിട്ടാൽ സഭയുണ്ടാവും. നിങ്ങളെക്കാരോ പൂട്ടിയിട്ടിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, ആ കാരാഗ്രഹത്തിന്റെ കമ്പി കാണുന്ന രീതി സെൽഫി എടുക്കും. എന്നിട്ട് സങ്കടത്തോടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇമ്മാനുവലിന്റെ വീഡിയോ എടുത്തെടുത്ത് ഞാൻ കുഴഞ്ഞു ഹോട്ടലിൽ വെച്ച്. ഒരു വീഡിയോ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ലൈവിൽ വരണമെന്ന് വിചാരിച്ചതല്ല. എടാ, വിചാരിച്ചതല്ല, പിന്നെ നിന്നോട് ആരാടാ പറഞ്ഞത് വരാൻ? ഇട്ടു പോ. ഞാൻ വിചാരിച്ചതല്ല. എങ്കിലും ഞാനിപ്പോൾ ഫിലിപ്പിൻ കാരാഗ്രഹത്തിലാണ്. നിങ്ങൾ ഈ ഇരുമ്പഴി കണ്ടല്ലോ, എൻ്റെ അക്കൗണ്ട് നമ്പർ താഴെ കൊടുക്കുന്നു. ഒരച്ചാനും അർത്ഥമേൽ ഒരു അച്ചാൻ എന്നോട് പറഞ്ഞു, എനിക്ക് സങ്കടം വന്നു, നിങ്ങളുടെ പ്രസംഗത്തിനകത്ത് ഞങ്ങൾ വാക്യം പഠിച്ചില്ലല്ലോ, അക്കൗണ്ട് നമ്പർ പഠിച്ചെന്ന് പറഞ്ഞു. കാര്യം വാക്യം 3 പ്രാവശ്യം, അക്കൗണ്ട് നമ്പർ 20 പ്രാവശ്യം. ഞാൻ വിടുക, സമയം പോകുന്നത്, എനിക്ക് വെപ്രാളം വരുന്നു. ഒരാമയം പറഞ്ഞാട്ടെ. ഈ പുള്ളിനെ പൂട്ടിയിട്ടാൽ ലേഖനം അഴിച്ചുവിട്ടാ സഭ. ഇനി പുള്ളി വേറെ രസം കേൾക്കണോ? ഈ പുള്ളി ഒരിക്കൽ തെസലോനിക്കക്കാരോട് പറയുവാണ്, 3 പ്രാവശ്യം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ നോക്കിയിട്ട് പറ്റിയില്ലെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് എന്നാന്നറിയോ, ഇത് അബുദാബി പോലെ ദൂരമുള്ള സ്ഥലമായിരിക്കും. പക്ഷെ പൗലോസ് ഇരുന്ന സ്ഥലവും പോകാൻ ആഗ്രഹിച്ച സ്ഥലവും തമ്മിൽ 33 കിലോമീറ്ററേ ഉള്ളൂ. ജഡം കൊണ്ട് ഈ പുള്ളിക്ക് 33 കിലോമീറ്റർ മൂവ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വാക്യത്തിൽ പുള്ളി പറയാം, ഞാൻ 3-ാം സ്വർഗം വരെ പോയേച്ചു വന്നെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല, മനസ്സിലായില്ല. ജഡം 33 കിലോമീറ്റർ മൂവ് ചെയ്യല, ആത്മാവ് 3000 കോടി മൂവ് ചെയ്യും. അടുത്ത മനുഷ്യൻ പറയുക, മെലിത്തല പാമ്പ് ഇതുവരെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ? കടിയേറ്റവൻ ചത്തിട്ടുണ്ട്, പാമ്പ് ജീവിച്ചിട്ടുണ്ട്. പാമ്പിന്റെ ഗതികേട്, എന്നെ കടിച്ചു, പാമ്പ് ചത്തു, ഞാൻ ജീവിച്ചു. ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം പറയാം.
ഈ മെലീത്തയിൽ 4 സൈസ് പാമ്പാ ഉള്ളത്. 2 വിഷമുള്ളതും 2 വിഷം ഇല്ലാത്തതും. എല്ലായിടത്തും ഉണ്ടല്ലോ വിഷമുള്ള പാമ്പും. അതിനകത്ത് ഏറ്റവും വിഷമുള്ള പാമ്പാ പൗലൂസിനെ എന്ത് ചെയ്തത്? കടിച്ചത്. ഈ പൗലൂസിനെ കടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അത് മാൾട്ടയാണല്ലോ മെലീത്ത. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, മെലീത്ത പാമ്പുണ്ട്, പക്ഷെ പൗലൂസിനെ കടിച്ച് ആ വർഗം പിന്നെ അവിടെ കയറിയിട്ടില്ല. അഭിഷേകം ഉള്ളവനെ തൊട്ടാൽ വിട്ടു. ഒലിവിലയ്ക്ക് താന്ന് കിടക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്നവരുടെ കയ്യെ തൊട്ടിട്ട് പറഞ്ഞ്, ഒലിവിലയ്ക്ക് താന്ന് കിടക്കാൻ പറ്റുകയില്ല. കാര്യം എന്നറിയോ? അകത്ത് എണ്ണ. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. അപ്പൊ 1ാമത്തെ പ്രാവശ്യം പ്രാവ് വന്നു, കാല് വെച്ചില്ല. 2ാമത്തെ പ്രാവശ്യം പ്രാവ് വന്നു, ഒരു ഒലിവിന്റെ പറഞ്ഞു ഇല കിട്ടി. 3ാമത്തെ പ്രാവശ്യം പ്രാവ് വന്നു, തിരിച്ചു പോയിട്ടില്ല. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു, ഹലോ പരിശുദ്ധാത്മാവേ. എന്തോ? എവിടാണ്? ചർച്ചിലാണ്. എവിടാ? ചർച്ചിലാ. എപ്പോഴാ വരുന്നേ? ഇവരെയും കൊണ്ടേ വരുവുള്ളെന്ന് പറഞ്ഞു. നിങ്ങളെ വാക്ക് കേട്ടായിരുന്നോ? ഇവരെയും കൊണ്ടേ വരത്തോളം. അപ്പൊ പരിശുദ്ധാത്മ ഇപ്പൊ എവിടെ ഉണ്ടെന്ന്? ആത്മാവില്ലാതെ ചലിക്കാൻ പറ്റുകയില്ല. എനിക്ക് ആ ദൂതൊന്നും വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ആത്മാവില്ലാതെ പറഞ്ഞു, പരിശുദ്ധാത്മ ഇപ്പൊ എവിടെ ഉണ്ട്? ആ പരിശുദ്ധാത്മ പറഞ്ഞു, എനിക്ക് 2 പേരെ വേണം. എന്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന 2 പേർ, എന്നിലൂടെ ചലിക്കുന്ന 2 പേർ, എനിക്ക് വേണ്ടി ചലിക്കുന്ന 2 പേർ, ഞാനായിട്ട് ചലിക്കുന്ന 2 പേർ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങളുടെ ചർച്ചിൽ 100 പേരുണ്ട്, എനിക്ക് 100 പേരെ വേണമെന്നല്ല, എനിക്കൊരു 2 പേരെ വേണം. നിങ്ങൾ കേട്ടില്ലല്ലേ? എനിക്കൊരു 2 പേരെ വേണം. ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്ലീസ്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എന്നെ ഒന്ന് നോക്കി. പരിശുദ്ധാത്മാവിനോട് അമിതമായ സ്നേഹമുള്ളവരുടെ കൈ ഒന്ന് കാണിച്ചു. ഓ, നിറയ്ക്കുക നിൻ ശക്തിയാ, നിറയ്ക്കുക നിന്നഗ്നിയാ, നിറയ്ക്കുക നിൻ ജീവനാ, നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, അങ്ങേ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എന്നോട് പിണങ്ങാതിരിക്കാവോ? ഈ ചർച്ചിനകത്ത് യൂത്ത്സ്, യങ്സ്റ്റേഴ്സിന്റെ കൈ മാത്രം ഒന്ന് കാണിച്ചേ. യങ്സ്റ്റേഴ്സ് ഇല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ച യൗവനക്കാരുടെ കൈ മാത്രം. ഈ പുറകിരിക്കുന്ന യൗവനക്കാരുടെ കൈ ശരിക്കും പൊക്കി പിടിച്ച്, ശരിക്കും പ്ലീസ്. ഇനി നിങ്ങൾക്ക് എന്നോടൊരു 10 പൈസയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ കൈ പൊക്കിയവർ മാത്രം ഫ്രണ്ടിലോട്ട് വന്നേ. പ്ലീസ് കം ഫോർവേഡ്. ഒരാളും അവിടെ നിൽക്കരുത്. പ്ലീസ് കം ഫോർവേഡ്. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, അങ്ങേ
അരയോളാവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളാവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളാവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായി മുട്ടോളമല്ല അരയോളാവും പോരാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ ശ്രദ്ധിച്ചേ, ലോകത്തിൽ ഒരു വർഷം മനുഷ്യർ തിന്നുന്ന മയക്കുമരുന്ന് 44 ടണ്ണാണ്. 44 30 ടണ്ണും തിന്നുന്നത് ഇന്ത്യക്കാരാണ്. കേരളത്തിൽ കുടുംബ കോടതികൾ 28 എണ്ണം. ഒരു വർഷത്തെ ഡിവോഴ്സുകൾ 50,000. എനിക്ക് പാസ് ഇവിടെ വേണം, അതിന് വേണ്ടിയിട്ടാ. ഒരു തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി കരയുന്ന ഒരു ദൈവ മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ തിമിംഗലങ്ങൾ വായി തുറക്കുന്നുണ്ടല്ലേ? കൊച്ചിലെ തൊട്ട് പാട്ടുപാടിയും തമ്പാറടിച്ചും അന്യഭാഷ പറഞ്ഞ് നിന്ന കുഞ്ഞുങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരുത്തനെ കണ്ട് അവന്റെ കൂടെ ഓടിപ്പോവുക. പിന്നെയാ നമ്മൾ അറിയുന്നത് അവന് ദൈവമില്ല, ദേവനില്ല. എനിക്ക് ആ പദങ്ങളൊക്കെ ഇത്രയും പറയാനേ ഇഷ്ടമുള്ളൂ. ജിഹാദുകളുടെ അകത്ത് നമ്മുടെ എന്നെ കേൾക്കുന്ന കമാൺ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര നോളജ് ഇല്ലാഞ്ഞിട്ടാണോ ഈ സംഭവിക്കുന്നത്? അല്ല, ഇതൊരു സ്പിരിറ്റാണ്. മക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. ഗദർദേശത്തെ ഒരു ചെറുപ്പക്കാരൻ, മോനെ എനിക്ക് ഓളി എന്നാണ് വെച്ച്, ചെറുപ്പക്കാരനകത്ത് 6000 ഭൂതമുണ്ട്. എത്ര ഭൂതമാ? പക്ഷെ മറിയയുടെ ദേഹത്ത് 7 ഭൂതമേ ഉള്ളായിരുന്നു. ഈ 7 ഭൂതം മറിയയുടെ ദേഹത്ത് വിട്ടപ്പോൾ അവള് ഭ്രാന്തിയായി. എന്തിന് ഈ ചെറുപ്പക്കാരന്റെ ദേഹത്ത് 6000 ഭൂതത്തെ വിട്ടെന്നറിയോ? ഇച്ചിരിച്ച് വിട്ടിട്ട് ഇവനെ തകർക്കാൻ പറ്റുന്നില്ല. കാര്യം, ഇന്ന് ഈ ഉടുപ്പിടാതെ നടക്കുന്ന ഇവന്റെ അകത്തൊരു സുവിശേഷകൻ ഇരിപ്പുണ്ട്. ഏത് പിള്ളേരെയാ കൊണ്ടുപോണത്? നിയോഗമുള്ള തലമുറ. ഞാൻ നിങ്ങളോട് പറയുമ്പോ, എന്റെ മോള് 12th പഠിക്കുന്നത്. ഒരു പെങ്കൊച്ചിനെ വളർത്തുന്ന അപ്പന്റെ നെഞ്ചിന്റെ നീറ്റൽ എന്റെ അകത്തുണ്ട്. മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ച് ഇന്ന് പകൽ പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരികയില്ല. എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ലോകത്തെ ഇളക്കാനുള്ളവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. രാജ്യത്തെ ഇളക്കാനുള്ളവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 1 മോളെ കണ്ണുറങ്ങിയിട്ടില്ല. ഹോട്ടലിനകത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇമ്മാനുവലിന്റെ അപ്പുറത്തെ കട്ടിലെ കിടപ്പുണ്ട്. ഞാൻ വിളിച്ചില്ല. എന്നെ മുറിക്കാത്തോട്ട് മുഴുവൻ നടന്ന് അന്യഭാഷ പറയുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രസവ വേദന പോലെ. എനിക്ക് മനസ്സിലായി ഇന്ന് രാവിലെ എന്തോ പുറത്തു വരാനുണ്ട്. നമുക്ക് നിൽക്കാം. ഞങ്ങളുടെ ചർച്ചിൽ എന്റെ മോൻ 4th പഠിക്കുന്ന 4ാം ക്ലാസ്സിലാണ്. എന്റെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ വന്ന് വെച്ച് ആരോണോട് ചോദിച്ചു, ആരോൺ നിനക്ക് എന്താവാനാ ഇഷ്ടം? പറഞ്ഞു, എനിക്ക് എന്റെ പപ്പയെ പോലെ പാസ്റ്റർ ആകണം. നേരെ ചോദിച്ചു, ഡോക്ടർ ആകണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് പാസ്റ്റർ ആകണം. അടുത്ത വാക്ക് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. എന്റെ മോളുടെ 12th പഠിക്കുന്നത്. അവളിങ്ങനെ മുറിക്കകത്തുനിന്ന് 24 മണിക്കൂറും അവള് വർഷിപ്പ് ചെയ്യുന്ന വെച്ച് എനിക്ക് കേൾക്കാം. വീടിന്റെ ഹോളിന്റെ ഒരറ്റത്ത് ഓർഗൻ വായിച്ച് എന്റെ 4ാം ക്ലാസ്സിലെ മോൻ വർഷിപ്പ് ചെയ്യുന്ന എനിക്ക് കേൾക്കാം. എനിക്ക് കോടികളെക്കാൾ മിച്ചമാണ് ആരാധിക്കുന്ന തലമുറകൾ.